ഫുട്ബോളിലെ വിശ്വവിജയ ആരാകുമെന്നതിൽ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനയും റോഡ്രിയുടെ സ്പെയിനും കിരീട പോരാട്ടത്തിൽ മുഖാമുഖം വരുമ്പോൾ പ്രവചനം അസാധ്യമാണ്. ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ കിരീടത്തിനായുള്ള തീപ്പാറും പോരാട്ടം നടക്കും. രാജേഷ് ശ്രീനിവാസൻ ചേരുന്ന വിവരങ്ങളുമായി. രാജേഷ്, അങ്ങനെ ലോകത്തെ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന ആ കലാശപ്പോര് ഇന്നാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ദീപ്തി, ഒരു മാസത്തിലേറെ നീണ്ട കാൽപന്താവേശം ഇനി ഒരൊറ്റ മത്സരത്തിലേക്ക് കടക്കുകയാണ്. രാത്രി 12:30-ക്കാണ് ന്യൂജേഴ്സിയിലാണ് തീപ്പാറും പോരാട്ടം. അർജന്റീന വേഴ്സസ് സ്പെയിൻ. ചരിത്രത്തിൽ ആദ്യമായി അർജന്റീനയും സ്പെയിനും ലോകകപ്പ് ഫൈനലിൽ വരുന്നു എന്നതാണ് ഇന്നത്തെ മത്സരത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ലോക കിരീടത്തിനായി ഇരു ടീമുകളും പോരാടുമ്പോൾ അതിൽ തോൽവി അറിയാത്ത, അല്ലെങ്കിൽ ഈ സീസണിൽ തോൽവി അറിയാത്ത രണ്ട് ടീമുകളാണ് നേർക്കുനേർ ഫൈനലിൽ വരുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിഹാസ താരം, അർജന്റീനയുടെ ഇതിഹാസ താരം അല്ലെങ്കിൽ ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസ താരമായിട്ടുള്ള ലയണൽ മെസ്സിയും സ്പെയിൻ്റെ യുവവിസ്മയമായിട്ടുള്ള ലാമിൻ യമാലും തമ്മിലുള്ള പോരാട്ടത്തിന് കൂടിയാണ് ഇന്ന് ന്യൂജേഴ്സി സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, നിലവിലെ യൂറോപ്യൻ, തെക്കൻ അമേരിക്കൻ ചാമ്പ്യന്മാർ ഫൈനലിൽ നേർക്കുനേർ വരുന്നു, അല്ലെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി നേർക്കുനേർ വരുന്നു എന്നതാണ് ഇന്നത്തെ മത്സരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. സെമി പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്തായിരുന്നു സ്പെയിൻ 10 വർഷത്തിന് ശേഷം ഫൈനലിലേക്ക് കടക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലണ്ട് എന്ന വമ്പൻ രാജ്യത്തിനെ തകർത്ത, അല്ലെങ്കിൽ വമ്പൻ ടീമിനെ ഹാരി കെയ്ൻ അടക്കമുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം അടക്കമുള്ള വമ്പൻ ടീമിനെ തകർത്തുകൊണ്ടായിരുന്നു അർജന്റീന ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം തീപ്പാറും പോരാട്ടം തന്നെയായിരിക്കും എന്നതാണ് നിലവിലെ കായിക ലോകം വിലയിരുത്തുന്നത്. ഒരു ഭാഗത്ത് ഇതിഹാസ താരം അർജന്റീനയും മറ്റൊരു ഭാഗത്ത് ലാമിൻ യമാലും പെഡ്രി അടക്കമുള്ള റോഡ്രി അടക്കമുള്ള കോംബോയും ഈ മത്സരത്തിലെ സ്ഥിതി നിർണ്ണയിക്കും എന്നതാണ്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരം കരിയറിലെ അവസാന ലോകകപ്പ് മത്സരമായിരിക്കും എന്നാണ് മെസ്സിയെ അല്ലെങ്കിൽ ആരാധകർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. 39-ാമത്തെ വയസ്സിലാണ് തൻ്റെ രണ്ടാമത്തെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അല്ലെങ്കിൽ കപ്പ് നേടാൻ മെസ്സി ഇറങ്ങുന്നത് എന്നതും ഇന്നത്തെ കളിയെ സംബന്ധിച്ചിടത്തോളം ആരാധകർക്ക് വലിയുള്ള ആകാംക്ഷ ഉള്ള ഒരു കാര്യമാണ്. 20 വയസ്സ് മാത്രമുള്ള സ്പെയിനിലെ ലാമിൻ യമാൽ ആദ്യമായി ലോകകപ്പ് ഫൈനലിലെത്തുന്ന അല്ലെങ്കിൽ മത്സരത്തെത്തുന്ന സീസൺ കൂടിയാണ് 2026 എന്ന് പറയുന്നത്. ആദ്യ സീസണിൽ തന്നെ കപ്പ് ഉയർത്താൻ ലാമിൻ യമാലിന് സാധിച്ചാൽ അത് വരുന്ന ക്ലബ്ബ് മത്സരങ്ങളിൽ ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു നേട്ടമായി തന്നെ കരുതപ്പെടും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരം ലാമിൻ യമാലിനെ സംബന്ധിച്ചിടത്തോളം വലിയതുള്ള നിർണായകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അർജന്റീന ഇതുവരെ തോൽവി അറിയാത്ത അർജന്റീനയുടെ മുന്നേറ്റ നിര തന്നെയാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയുള്ള പ്രതീക്ഷ നൽകുന്നത്. ഫോർവേഡായി അല്ലെങ്കിൽ മുന്നേറ്റ നിരയിൽ ലയണൽ മെസ്സിക്ക് തൊട്ട് പിന്നാലെ ജൂലിയൻ അൽവാരസും ലൗട്ടാരോ മാർട്ടിനസും ഉണ്ട്. അതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് സ്പെയിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ ഒരു വലിയ പ്രതിരോധ നിരയുള്ള ഒരു വലിയ ടീം തന്നെയാണ് സ്പെയിൻ. 6 മത്സരത്തിൽ ആകെ ഒരൊറ്റ മത്സരത്തിൽ മാത്രമായിരുന്നു സ്പെയിൻ ഗോൾ നേടിയത്. ആദ്യ മത്സരത്തിൽ തന്നെ കോപ്പ വർദ്ദേ അടക്കമുള്ള ടീമുകളോട് ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെക്കുന്ന സ്പെയിനെ കാണാൻ സാധിച്ചു. ഇരുവശങ്ങളിലും കുക്കറയും പെഡ്രോ പോറയും, മിഡ്ഫീൽഡിൽ റോഡ്രി പെഡ്രി കോംബോയും, മുൻനിരയിൽ ലാമിൻ യമാലുമാണ് ഇന്നത്തെ കളിയിൽ മുന്നോട്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കളിയിലെ ഒരു ബേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ വേഗത്തിനനുസരിച്ച് കുതിച്ചു പായുന്ന ലാമിൻ യമാലിനെ അർജന്റീനയുടെ വല കുലിക്കാൻ സാധിക്കുമെന്നതാണ് സ്പെയിൻ ആരാധകർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി രണ്ട് ടീമുകളും തമ്മിൽ 14 തവണയോളമാണ് വിവിധ ടൂർണമെന്റുകളും സൗഹൃദ മത്സരങ്ങളുമായി ഏറ്റുമുട്ടിയത്. അതിൽ 6 തവണ അർജന്റീനയും 6 തവണ സ്പെയിനും 2 മത്സരം സമനിലയിൽ കലാശിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടി തന്നെ ഇന്നത്തെ ഫൈനൽ മത്സരം ആർക്ക് അനുകൂലമാകും, അല്ലെങ്കിൽ വിശ്വവേദിയിൽ ആര് സ്വർണ്ണ കപ്പിൽ മുത്തമിടും എന്നതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം
ആരാധകർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, രണ്ട് താരങ്ങൾ അല്ലെങ്കിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയും യുവ ഇസ്മയിൽ ലാമിൻ യമാൽ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ആർക്ക് അനുകൂലമാകും, അല്ലെങ്കിൽ ന്യൂജേഴ്സി സ്റ്റേഡിയം ആർക്ക് അനുകൂലമായി വിധി എഴുതുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഒരു മാസത്തിലേറെ നീണ്ട കാൽപന്ത് ആവേശം അത് അവസാന ലാപ്പിലേക്ക് കടക്കുന്നു. ഇന്ന് 12:30-ക്കാണ് തീപാറും പോരാട്ടം എന്ന് വിലയിരുത്താവുന്ന സ്പെയിൻ അർജന്റീന പോരാട്ടം ഉണ്ടാവുക. ദീപ്തി, ശരി, എന്തായാലും ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്ന കലാശ പോരാട്ടം ഇന്നാണ്. ഏതായാലും ആരാകും ഈ ലോകകപ്പിൽ മുത്തമിടുക എന്നതാണ് ഇന്ന് അറിയാൻ സാധിക്കുന്നത്. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീനയും റോഡ്രിയുടെ സ്പെയിനും കിരീട പോരാട്ടത്തിൽ മുഖാമുഖം വരുമ്പോൾ ഈ ഒരു മത്സരത്തിന്റെ പ്രവചനം എന്നത് പറയുന്നത് അസാധ്യമാണ്. ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി സ്റ്റേഡിയത്തിലാണ് കിരീടത്തിനായുള്ള തീപാറും പോരാട്ടം നടക്കുന്നത്. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.